വൈദ്യുതാഘാതമേറ്റ മലയണ്ണാന് സ്നേക്ക് റെസ്ക്യൂവർമാരായ ദമ്പതികൾ രക്ഷകരായി. ചാരുമൂട്ടിലാണ് സംഭവം. ടൗണിന് സമീപം വൈദ്യുത കമ്പിയിൽ നിന്നുമാണ് മലയണ്ണാന് ഷോക്കേറ്റ് താഴെ വീണത്. വിവരമറിഞ്ഞെത്തിയ സ്നേക്ക് റെസ്ക്യൂവർമാരായ ദമ്പതികൾ കരിമുളയ്ക്കലെ വെറ്റിനറി ക്ലിനിക്കിലെത്തിച്ച് ചികിത്സ നൽകുകയായിരുന്നു. അണ്ണാന്റെ കാൽപാദത്തിനും പൊള്ളലേറ്റിട്ടുണ്ട്. ചികിത്സ കഴിഞ്ഞതോടെ അണ്ണാനെ ഇവരുടെ വീട്ടിലേക്ക് മാറ്റി. തിങ്കളാഴ്ച വനംവകുപ്പിന് കൈമാറും. വൈദ്യുതാഘാതമേറ്റ് ചലനമറ്റ് കിടന്ന മലയണ്ണാനാണ് സ്നേക്ക് റെസ്ക്യൂവർമാരായ ദമ്പതികൾ രക്ഷകരായത്. ഞായറാഴ്ച രാവിലെ ചാരുമൂര് ടൗണിന് സമീപമായിരുന്നു സംഭവം. വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റാണ് മലയണ്ണാൻ റോഡിൽ വീണ് കിടന്നത്. വിവരമറിഞ്ഞെത്തിയ സ്നേക്സ് റെസ്ക്യൂവർമാരായ ചുനക്കര ഗ്രാമപഞ്ചായത്ത് അംഗം സവിതാ സുധിയും ഭർത്താവ് സുധിയും ചേർന്ന് ഉടൻ തന്നെ അണ്ണാനെ കരിമുളയ്ക്കലെ സ്വകാര്യ പെറ്റ് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ അനീഷയുടെ നേതൃത്വത്തിൽ ഓക്സിജനും മറ്റ് അടിയന്തര ചികിത്സയും നൽകിയതോടെയാണ് ചലനമറ്റ് കിടന്ന അണ്ണാൻ സുഖം പ്രാപിച്ചത്. ഒരു കാലിൻ്റെ പാദത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട്. മൂക്കിന് താഴെ വീണുള്ള പരിക്കും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പഴം ഉൾപ്പെടെ കഴിക്കുന്നുണ്ട്. ചികിത്സ കഴിഞ്ഞതോടെ ഇതിനെ ഇവരുടെ വീട്ടിലേക്ക് മാറ്റി. തിങ്കളാഴ്ച വനംവകുപ്പിന് അണ്ണാനെ കൈമാറുമെന്ന് സവിതയും ഭർത്താവ് സുധിയും പറഞ്ഞു. രാവിലെ നമുക്കൊരു കോൾ വന്നായിരുന്നു. ഹോസ്പിറ്റലിൽ അവിടെ മലയണ്ണാൻ കരണ്ടടിച്ചാണെന്ന് കിടക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തി. ആദ്യം CPR കൊടുത്തു. എന്നിട്ടും റിക്കവർ ആവുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇവനെ എടുത്തിട്ട് നമ്മുടെ കരിമുളയ്ക്ക് മെഡിസ് ആൻഡ് പെറ്റ്സ് ഹോസ്പിറ്റലിൽ എത്തുകയും അവിടുത്തെ ഡോക്ടറിൻ്റെയും സ്റ്റാഫിൻ്റെയും സംയോജിതമായ ഇടപെടൽ മൂലം ഇദ്ദേഹം ഇപ്പോൾ റിക്കവർ ആയിട്ടുണ്ട്. ഷെഡ്യൂൾ 1 ഇനത്തിൽപ്പെട്ട ആളാണ്. നമ്മൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ വനംവകുപ്പിന് കൈമാറുന്നതാണ്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.